നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ആയില്യം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരാണെങ്കിലും ചില കാര്യങ്ങളിൽ വാശിയും നിർബന്ധ ബുദ്ധിയും നിശ്ചയദാർഢ്യവുമുള്ളവരാണ്. എന്നാലോ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുമ്പോൾ വളരെയധികം ജ്ഞാനമുള്ളവരായിട്ടുള്ള ഇവർക്ക് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നല്ല നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുന്നവരും കൂടിയാണ്. കാഴ്ചപ്പാടിലാണെങ്കിൽ ശാന്തശീലരാണെങ്കിലും പൊതുവേ ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനപ്രയാസങ്ങളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ. ഈ മാർച്ച് മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കാരണം ബുധനും ചൊവ്വയ്ക്കും രാഹുവിനും എല്ലാം അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിലും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ശ്രദ്ധ വേണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയ്ക്കും അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അലസത വരാതെ ക്ഷീണം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കാരണം നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനും സുഖനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രനും ഉച്ചബലത്തോടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രാഹുവുമായിട്ട് അഷ്ടമഭാവത്തിൽ യോഗം ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഈ സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിൽ പ്രത്യേകിച്ച് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും ഏറ്റവും കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ധനപരമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിലും ശ്രദ്ധിക്കണം. നഷ്ടം വരാതെ നോക്കണം ഈ ഒരു മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്.